ഹ്യൂമർ എന്ന് പറയുന്ന ജോണറിനെ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ഈ പറയുന്ന പോലെ ഇതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്കാണല്ലോ ഫൈനലി ഇതെന്തായി തീരും എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുള്ള വ്യക്തികൾ. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് അതായിരുന്നു എന്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസും പുതിയൊരു അറിവും അതാണ്. ഇനി അതിന്റെ റിസൾട്ട് തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായ ജഡ്ജ്മെന്റുകൾ എന്ന് പറയുന്നത് ആരുടെ ജഡ്ജ്മെന്റ് ആയിരുന്നു ശരി, നമ്മളുടെ ജഡ്ജ്മെന്റ് ആണോ അവരുടെ ജഡ്ജ്മെന്റ് ആണോ, നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള സിനിമയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണോ. കൃത്യമായിട്ട് ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തന്ത വൈബിന്റെ ആൾക്കാരാണ്. നമ്മള് തന്ത വൈബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് കണ്ടുപരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇമ്പോസ് ചെയ്യാൻ നോക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിലാണ്. അപ്പം ഫഹദ് ഉത്സവവും നമ്മൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പ്രിയദർശൻ സിനിമകളുടെ ഒക്കെ ആ പാറ്റേണിലുള്ള പുതിയ സംവിധായകർ ചിന്തിച്ച് കൊണ്ടുവന്ന ഒരു പുതിയ ആഖ്യാന രീതി ആയിരിക്കാം ഇതിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, അവരതിന് മറുപടി തന്നുകൊണ്ടേയിരുന്നു. ആ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിലെ ക്യാരക്ടർ ആക്ടിങ്ങിന്റെ കൂട്ടലും കുറക്കലും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അതെ അതെ.